അയ്യോ, ഒരു ശകല റേഞ്ച് ഇല്ല ഈ മൊബൈലിനകത്ത്. എന്നിട്ട് സ്ഥലത്തിന്റെ പേരോ ഹൈ റേഞ്ച് എന്ന്. ഹലോ ഹലോ, KSRTC സ്റ്റേഷൻ മാസ്റ്റർ. ആരാടാ അരിപ്പിക്കാത്ത പുട്ടുപൊടി ഇടയുന്നേ? അയ്യോ, പുട്ടുപൊടി അരിച്ചതല്ല. ഇങ്ങോട്ട് നിങ്ങളിപ്പോ വിളിച്ചില്ലേ, ആ ആളാ ഞാൻ. ഓ, KSRTC സ്റ്റേഷൻ മാസ്റ്റർ. ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് പോയി, എനിക്ക് വയ്യ ഇത് പറയാൻ. അല്ല സാറേ, ഞാൻ 516 കണ്ടക്ടർ രജനിയാണേ. എന്താ രജനി കുട്ടി, കാര്യം പറയൂ. സാറേ, നമ്മുടെ വണ്ടി ഇടുക്കിന്ന് എടുത്തപ്പോഴത്തേക്ക് ഈ കാടിന്റെ നടുക്ക് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പൊ ആ വർക്ക്ഷോപ്പ് വാൻ ഒന്ന് വിട്ടു തരാവോ? അത് പുതിയ സംഭവമല്ല, എന്നാലും ഈ വർക്ക്ഷോപ്പ് വാന് ഒരു വണ്ടിയുടെ പണിക്ക് പോയി പകുതിയായി ആക്സിൽ ഒടിഞ്ഞ് കിടക്കുക. ഞാൻ എന്തോ ചെയ്യും? എന്തോ ചെയ്യും സാറേ, ഇതിപ്പോ രജനി ഒരു കാര്യം ചെയ്യും, എങ്ങനെയും ആ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വണ്ടി ഡിപ്പോയിൽ നിന്ന് എത്തിച്ചു തരാമോ? ഞാന് ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ തലമുടിക്ക് കെട്ടി വലിച്ചോണ്ടങ്ങ് വരാം. വളരെ നല്ലത്. ഇതാണ് വനിതാ കണ്ടക്ടർമാരെ KSRTCയിൽ എടുത്താലുള്ള ഗുണം. അയ്യോ, ശരി ശരി ശരി, ഉപദേശിക്കാൻ കൊള്ളാം. എന്തോ ചെയ്യുമെന്ന് പറ, നേരെ വിരട്ടി വരുവാ. ഈ ബസ്സിനകത്തൊരു ഡ്രൈവർ ഉണ്ടായിരുന്നല്ലേ, അയാൾ എവിടെ പോയി കിടക്കുക? സുന്ദരി തുമ്പി ചെമ്പകക്കൊമ്പ് ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാടി. ഉല്ലാസയാത്രക്ക് വന്നയാണോ ഡാൻസ് കളിക്കാൻ? ഈ വർക്ക്ഷോപ്പ് പോകാൻ വരുന്നത് വരെ ഞാൻ ഇവിടെ ഉല്ലാസയാത്ര നടത്തും, ഡാൻസും കളിക്കും. അന്ന് ഡാൻസ് കളി നിർത്തണ്ട, വർക്ക്ഷോപ്പ് പോകാൻ വരത്തില്ലേ? ഇല്ല, കണക്കായി പോയി. അല്ലേലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈ വണ്ടി എവിടെയും ഒന്ന് പണി മുടക്കി കിടക്കണേന്ന്. എനിക്ക് വയ്യ ഈ മലയും കുന്നും എല്ലാം കൂടെ വളച്ചും തിരിച്ചും കാലും കൈയും വേദനിപ്പിക്കാൻ. ഇത് ഞാൻ കംപ്ലൈന്റ് ഇയാൾ മനഃപൂർവ്വം പ്രാർത്ഥിച്ച് പ്രാഗി ബസ് കേടാക്കിയെന്നു ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഈ പ്രാർത്ഥനയ്ക്കും പ്രാക്കിനും ഒക്കെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും? എടോ ഒരു ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ് ടിപ്പോയിന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പ് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോന്ന് നോക്കുന്നത്. അത് ശരി, KSRTCയുടെ ബാത്റൂമിൽ വെള്ളം ഉണ്ടോന്ന് അറിയാതെ നാട്ടുകാർ ഓടി കയറുന്നുണ്ട്. അതിനൊന്നും ഒരു ബസ്സും ബാത്റൂമും തമ്മിൽ കമ്പയർ ചെയ്യരുത്. രണ്ടുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റും. എന്താ? രണ്ടും ഇരുന്നാ പോന്നെ. ആലോചിച്ചോണം. പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, വണ്ടിക്കകത്ത് കാണാൻ കയറിയിരി. എഴുതി വെച്ചേക്കുന്നുണ്ടോ? എന്തുവാ? മുന്നറിയിപ്പ്, യാത്രക്കാർ ശ്രദ്ധിക്കുക, രാത്രി 10 മണിക്ക് ശേഷം പുലി ഇറങ്ങും. ഇപ്പൊ മണി 7 ആയതേ ഉള്ളൂ, 3 മണിക്കൂറോടെ നമുക്ക് ഇവിടെ നിൽക്കാം. 10 മണിക്ക് ശേഷമേ പുലി ഇറങ്ങും. അയ്യോ, പുലി എഴുതി വെച്ചേക്കുന്ന ടൈമിംഗ് അല്ലത്. പിന്നെ പുലി എപ്പോ വേണമെങ്കിലും ഇറങ്ങുന്നു, അതിന് വിശപ്പ് എപ്പോ വന്നോ അപ്പൊ ഇറങ്ങും. ഇപ്പൊ പുലി വന്നാൽ പുലിക്ക് കോംബോ ഓഫറാ കിട്ടാൻ പോകുന്നത്. രണ്ടുപേരും നിൽക്കുമല്ലോ. അയ്യാടാ, അപ്പൊ ഞാൻ മാത്രം പേടിച്ചാ മതി. പുലി ചീഞ്ഞൊന്നും തിന്നത്തില്ല. ശരിയാ, ഇത് ചീഞ്ഞില്ല എന്തായാലും. തണുപ്പല്ലേ? ചില കഴിയുമ്പോ കോട ഇറങ്ങും, പിന്നെ വെളിയിലങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. സാരമല്ല, ഇതിലും വലിയ തണുപ്പ് ഞാൻ താങ്ങും. ഞാൻ വണ്ടിക്കകത്ത് കയറി ഷട്ടർ വിട്ട് കിടക്കും. വേണമെങ്കിൽ തണുപ്പ് സഹിക്കാൻ വയ്യെങ്കിൽ കയറിക്കോണം. അതെന്നെ ഞാൻ പറഞ്ഞ, ഇതിലും വലിയ തണുപ്പ് ഞാൻ താങ്ങുമെന്ന്. തൊലിക്കട്ടി ഞാൻ വണ്ടിക്കകത്ത് അങ്ങനെ പോ വേണേ. മനസ്സിലിരിപ്പ് മനസ്സിലായി കേട്ടോ. മൃഗങ്ങളൊക്കെ വന്ന് എന്നെ വന്ന് ചാടി കെട്ടിപ്പിടിച്ചേക്കൊന്നും ചെയ്യുന്നു. പരോപകാരി. ഈ ഉദ്ദേശം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ എന്റെ സ്വന്തം ഭാര്യയോട് തന്നെ ഈ പറയുന്നത്. ഭാര്യയോ? എത്ര നാൾ മുന്നേ? 6 മാസം മുന്നേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ചെലവ് കഴിയുമ്പോ ഞാൻ നിങ്ങളുടെ ഭാര്യ. ഇപ്പൊ സ്വന്തമായിട്ട് ഞാനൊരു ജോലി കണ്ടെത്തി അധ്വാനിക്കുന്ന ഒരു സ്ത്രീ രക്തമാണ്. നീ അങ്ങനെ ജോലി കണ്ടെത്താൻ ശ്രമിച്ചോണ്ടാണ് നിനക്ക് നിന്റെ വീട്ടിൽ നിൽക്കേണ്ട വന്നത്. എന്റെ വീട്ടിലെ പെണ്ണുങ്ങളാരും പണിക്ക് പോകത്തില്ലടി, അവരെ പണിക്ക് വിടത്തുമില്ല. എന്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ചുമ്മാ ഇരുന്ന് സീരിയൽ കണ്ട് സമയം കളയുമോ? കുഴപ്പമില്ല. അത് ശരിയാണ്. ഇവരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ശരിക്കുള്ള ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക. എന്റെ അമ്മ നിന്റെ കുറ്റം എന്തോ പറഞ്ഞടി? പറഞ്ഞു നേരം വെളുത്ത ഇവർ അമ്മച്ചി അടുക്കള വാതിൽ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് സുശീലേ ആ ചേച്ചി കേട്ട പാതി കേൾക്കാത്ത പാതി അലച്ചല്ലി വീട്ടിലോട്ട് വരും. എന്നിട്ട് അടുക്കള വാതിൽ പിന്നെ തൊച്ചയില്ലാത്തത് ആ പറയുന്നത് അസൂയയും കുശുമ്പും മാത്രം. അത് അസൂയയും കുശുമ്പും കൊണ്ടൊന്നുമല്ല, എന്റെ അമ്മയുടെ തൊണ്ട അടയ്ക്കുന്നത്. അയ്യോ, എന്ന് വെച്ചാൽ കടയില്ലേ ഇടയ്ക്ക് തുറക്കാനും അടക്കാനും. എന്റെ അമ്മക്ക് കുറ്റം പറഞ്ഞോണ്ടല്ലോ. നിങ്ങളുടെ മുഖം ഞാൻ രാവിലെ കണ്ടായിരുന്നു. ഇയാളുടെ രാവിലത്തെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. വേറെ ഏതോ പുതിയ കണ്ടക്ടർ ബസ്സിനകത്ത് ജോലിക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടപ്പോ ഞാൻ കണ്ണാടി കൂടെ കണ്ടേ സൈഡ് ഇടിച്ച് ചളിങ്ങിയ ഷട്ടിൽ പോലെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. നിന്റെ തൃക്കാൽ എന്ന് ആ വണ്ടിയെ വെച്ചോ അന്നത് പണി മുടക്കിയത്. അതുകൊണ്ടല്ല, സ്റ്റാൻഡിൽ നിന്ന് എടുത്തപ്പോഴേ എഞ്ചിനകത്ത് ഒച്ച ഉണ്ടായിരുന്നു. അയ്യാതെ എഞ്ചിനകത്തെ സൗണ്ട് അല്ല, നീയാണ് പുതിയ കണ്ടക്ടർ എന്ന് അറിഞ്ഞപ്പോ ഞാൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചതാ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണ്ട. രാത്രിയാവുന്ന എന്റെ ഭഗവാനെ, എങ്ങനെ നേരം വെളുപ്പിക്കും? ഈ വിഷമിക്കേണ്ട, നേരമൊക്കെ തന്നെ വെളുത്തോളും.
അയ്യോ, ഒരാള് വരുന്നുണ്ട്, ഒരു ചാക്ക് കെട്ടുകൊണ്ട് കയ്യില്. എന്റെ ഭഗവാനെ, ആ ചക്കിട്ട് മൊത്തം കൗണ്ടർ ആയിരിക്കണേ. അയ്യോ, കാഞ്ഞിരപ്പള്ളി ടിക്കറ്റ് ഇല്ലയോ? ഞാൻ പരന്നാണ് ഇരിക്കുന്നത്. അതല്ല, കാഞ്ഞിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത അപ്പച്ചനല്ലയോ? കാഞ്ഞിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുത്തിക്കൊല്ലുവോ? എന്റെ പൊന്നേ, ആ ബസ്സിലെ യാത്രക്കാരെ മൊത്തം ഞാൻ വേറെ ബസ്സിനകത്ത് കയറ്റി വിട്ട്. ഈ ബസ് നീ അങ്ങ് വാങ്ങിച്ചോ? അതാ പറഞ്ഞത്, നമ്മൾ വന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയില്ലേ? അപ്പച്ചൻ ഇത് എവിടെ ഇറങ്ങി പോയത്? ഇത് ഇത്രയും നേരം ഇത് എവിടെ ആയിരുന്നു? അത് ഞാനേ ഒന്നിന് പോയായിരുന്നു. മൂത്രം ഒഴിക്കാൻ പോയോ? എത്ര നേരമായി മൂത്രം ഒഴിക്കാൻ പോയിട്ട്? അത് ഞാൻ ഈ ചേമ്പല തപ്പി നടന്നതാ. എന്തിന്? എനിക്ക് ഈ ചേമ്പലെ മൂത്രം ഒഴിക്കുമ്പോൾ പളങ്ക് പോലെ തുള്ളി കളിക്കുന്ന കാണാൻ ഭയങ്കര സൂര്യ ഉദിക്കുമ്പോൾ നിങ്ങൾക്ക് കാണണം. പ്രകാശ സംശ്ലേഷണം ഇങ്ങനെ രാവിലെ ആ പ്രകാശ സംശ്ലേഷണം കണ്ടിട്ട് പോയാ മതി. വണ്ടി രാവിലെ പോത്തുള്ളൂ. വണ്ടി രാവിലെ പോത്തുള്ളൂ, പണി മുടക്കി കിടക്കും. നേരം വിളക്കുന്നതിന് ഞാൻ വീട്ടിൽ ചെല്ലാൻ എന്തോ ഒരു മാർഗം എന്ന് പറയാ. അത്യാവശ്യമാണോ? അങ്ങനെ 10:30 ഒരു പന്നി കപ്പ കുത്തിമറിക്കാൻ പോകുന്നുണ്ട് ഇവിടുന്ന്. അതിന്റെ പുറത്ത് കയറി അതുകൊള്ള എനിക്ക് 7 രൂപ ബാലൻസ് തരാനുണ്ടായിരുന്നു, അത് തരണം. ആ 7 രൂപ ബാലൻസ് ഒക്കെ തരാം. ഈ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയിട്ട് എന്ത് കൊടുക്കാനാ? വീട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞാൽ എന്റെ സാൻകുട്ടി മോൻ എന്നെ നോക്കിയിരിക്കും. അതാരാ, മോനാന്നോ? അല്ല, കൊച്ചുമോൻ 6 വയസ്സേ ഉള്ളൂ. അയ്യോ, കൊച്ചു ഇറങ്ങണ കേട്ടോ. കൊച്ചുമോനെ കാണാൻ കൊതിയല്ലയോ? കൊതിയല്ല, ഞാൻ ചെന്നിട്ട് വേണം. അവനൊരു ഹോബിയുണ്ട്. എന്താ ഹോബിയാ? ഞാനിങ്ങനെ മുട്ടയെ കുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ കാലിന്റെ വെള്ളക്ക് ഇങ്ങനെ ഇക്കിളിട്ട് വരും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവൻ എന്റെ കാലിന്റെ നഖത്തെ മെഴുകുതിരി ഉരുക്കി കനപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് തിരി ഒത്തിച്ച് കത്തിക്കും. അത് ഭയങ്കര ഹോബിയാണ്. ഈ കൊച്ചു പിള്ളേർ അങ്ങനെയാന്നേ. പക്ഷെ കൊച്ചുമക്കളായതുകൊണ്ട് നമ്മളൊന്നും പറയത്തില്ല. അതാ വിഷയം. 2 ദിവസം കഴിയുമ്പോൾ അവന്റെ പപ്പയും മമ്മിയും ഗൾഫിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് വേണം എനിക്ക് ഈ പുല്ലിലെ കാലെ പിടിച്ച് വലിച്ചു കയറി കളയാൻ. ഇടുക്കിയിൽ എന്താ? ഇടുക്കിയിൽ അപ്പച്ചൻ വരാൻ കാര്യം എന്തുവാ? ഇടുക്കിയിലെന്ന് പറഞ്ഞാൽ ഉപ്പുവണ്ടത്തില എന്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത്. ശാന്ത ഇട്ടൂപ്പ്. ശാന്ത എന്തിന് ഉപ്പിട്ട്? ഉപ്പിട്ടതല്ല, ശാന്ത ഇട്ടൂപ്പ്. എന്റെ പേരാണ് ഇട്ടൂപ്പ്. ഓ, ഇട്ടു. മോളെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നാ ഞാൻ. കണ്ടോ എല്ലാരും? ഞാൻ ചെന്നപ്പോ അപ്പച്ചനെ പറ്റിച്ചു കളഞ്ഞവര്. എന്തുവാ? അവര് കഥ അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടുകാരുടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവരിലാണ് വേളാങ്കണ്ണിക്ക് പോയത് ഈ അപ്പച്ചനെ കൊണ്ടുപോകാതെ. പക്ഷെ അവര് വേളാങ്കണ്ണിക്ക് പോയതല്ല, എന്നെ ഒളിച്ച് അപ്പുറത്ത് മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അല്ല, അപ്പച്ചൻ എങ്ങനെ മനസ്സിലായി അവർ പുറകെ ഒളിച്ചിട്ടുണ്ടെന്ന്? ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ കണ്ട ഇങ്ങനെ അവര് നോക്കുന്നത്. അപ്പച്ചന് നേരെ ചെന്ന് ചോദിക്കാൻ വയ്യായിരുന്നു അവരോട് എന്തോ പരിപാടിയാണ് കാണിച്ചത്. അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? എന്താ? ഞാൻ അവിടുത്തെ ഈ ചാക്കിനകത്ത് പറക്കെടുത്തേക്ക് അവര് പൊക്കത്തിട്ട് തന്നെ. അല്ല, ഞാൻ എടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിണ്ടി നിലവിളക്കൊക്കെ ചുമ്മാ ഇരിക്കുവായിരുന്നു. അത് ഞാൻ പിന്നെ അവരെ തൊട്ടപ്പുറത്തെ കാട്ടിൽ അവർ വാച്ചാൻ തോന്നുന്നു ഒരു റഷ്യൻ കാച്ചം. റേഷൻ കാർഡോ? റേഷൻ കാർഡല്ലേ, മറ്റേ പൂച്ചയില്ലയോ, പേർഷ്യൻ ക്യാറ്റ്. അതിനെ ഞാൻ എടുത്തിട്ട് പോകുന്നത് അവൾക്ക് കൊണ്ട് കൊടുക്കാം ശ്വാസാമിക്ക്. കാരണം അവക്ക് കാലയിൽ കുഴമ്പിട്ട് പൂച്ച അങ്ങ് തിരുമിക്കോളും. പിന്നെ എന്റെ ബാലൻസ് ഞാൻ അങ്ങ് പോയേക്കാം. ബാലൻസ് എന്ന് പറയുന്നത് അപ്പച്ച ഒരു കാര്യം ചെയ്യാം. 5 രൂപയുടെ ഒരു ചോക്ലേറ്റും ബാക്കി 2 രൂപയും തന്നാ മതിയോ? എന്നെ ഷുഗർ കയറ്റി കൊല്ലാനുള്ള പ്ലാനാണ്. അപ്പച്ച സമാധാനപ്പെട്, എവിടെന്നെങ്കിലും ഞാൻ മറിച്ച് അങ്ങ് തരാം. കുറച്ച് കഴിയുമ്പോ കാട്ടാനെ ഇറങ്ങും, അതിന്റെ വാങ്ങിച്ചു തരാൻ ഇരിക്കുകയാണ്. ഇനി ഇവിടെ കാട്ടാനെ ഇറങ്ങുന്ന സ്ഥലമല്ലേ ഇത്? ആണോ? പണ്ടൊക്കെ ഇവിടെ അധികം ആൾക്കാർ താമസമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ആൾ താമസമുണ്ട്. എവിടെ? തോണ്ട് അങ്ങോട്ട് നോക്കാം. അക്കരമലയിലേ ആരാണ്ട് വീടിന്റെ സൈഡിൽ ഷഡ് കഴുകി ഉണക്കാൻ ഇട്ടേക്കുന്നുണ്ടോ? അതിന് ഇങ്ങനെ ആ ഷട്ട് കഴി ഉണങ്ങട്ടേക്കെന്നല്ല, പിന്നെ ഇടുക്കി ഡാമിന്റെ വിദൂര ദൃശ്യമാണ് ആദ്യമായിട്ട് ഇതിലെ KSRTC ബസ് വരുന്ന സമയത്ത് ഞാൻ ആ ബസ്സിനകത്തുണ്ടായിരുന്നു. ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു ആരും ഷട്ടർ പൊക്കരുത്, ആന സൈഡിൽ കിടങ്ങ് പോകുന്നു. എനിക്ക് ഭയങ്കര കുന്തളിപ്പാ. ആന സൈഡിൽ കിടങ്ങി പോയ സമയത്ത് ഞാൻ ഈ ഷട്ടർ പൊക്കി നോക്കിയപ്പോ ആന എന്നെ പിടിക്കാനായിട്ട് തുമ്പിക്കൈ അകത്തോട്ട് ഇടുവേ. ഞാൻ ഈ തുമ്പിക്കൈ പിടിച്ചിട്ട് ഊതി അങ്ങ് വീർപ്പിക്കുക ആന. അങ്ങനെ തുമ്പിക്കൈ കൂട്ടിക്കിട്ട് പറപ്പിക്കാണ്ട് വിട്ടു. അല്ലത് ഈ ബസ്സിനകത്തൊരു ബലൂൺ കച്ചവടക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. ഇവരിത് കണ്ടിട്ട് അവൻ ഐഡിയ കിട്ടിയതാണ്. പിന്നീട് ഈ ഊതി വീർപ്പിക്കുന്ന ഈ മൃഗങ്ങളുടെ ബലൂണൊക്കെ ഇറങ്ങിയില്ലേ, അങ്ങനെയാണ് ഇറങ്ങി. എന്റെ ഐഡിയ കൂടി കിട്ടിയ സംഭവം. പച്ചക്കാടിന് തീ പിടിപ്പിക്കുന്ന ഐറ്റമാണേ. അങ്ങനെ ഈ കാട്ടിന് തീ പിടിക്കത്തൊന്നുമില്ല. ഈ കാടുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുള്ള ആളാ. അപ്പച്ചന്റെ മൂത്തളയിലാണ് നിൽക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് പുല്ലാഞ്ഞി എന്റെ കുഞ്ഞുമ്മ എനിക്ക് കെട്ടിച്ചു തരണം. എന്റെ പൊന്നപ്പച്ച ഇയാടെ സ്വഭാവം അങ്ങനെ ആരോട് എന്തൊന്നില്ലാതെ എടുത്തിയാടി അങ്ങ് വർത്തമാനം പറഞ്ഞോളൂ. ആ കടുവ വന്ന് വലിച്ചു കീറുമ്പോൾ പഠിച്ചോളൂ. കടുവ ഉണ്ടോന്നു എന്തോരം കടുവ എന്നറിയോ ഇവിടെ? പണ്ട് ഞാൻ ഈറ്റ വെട്ടാൻ വരുന്ന സമയത്ത് ഈറ്റ വെട്ടാൻ വരുന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിലെ ബസ് പോവാ. അന്ന് ഇതുപോലൊരു വണ്ടി കേടായിട്ട് ഇവിടെ കിടന്നു. ആൾക്കാരെല്ലാം അങ്ങ് പോയി. അപ്പം ഇതുപോലെ കടുവ വന്നിട്ട് ഈ ബസ്സിലെ കണ്ടക്ടറെ ഡ്രൈവറെ പിടിക്കാൻ വേണ്ടി അപ്പൊ അവരെ കടുവയെ കണ്ട് ഓടിയ സമയത്ത് കടുവ ഓടിച്ചെന്ന് ഈ യൂണിഫോം വലിച്ചു പറിച്ചോണ്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ ഈറ്റ വെട്ടിക്കൊണ്ടിരിക്കുമല്ലയോ, ഞാൻ എന്ത് കണ്ടാലും ചാടി അങ്ങ് ഇറങ്ങും. അങ്ങനെയുള്ള സ്വഭാവക്കാരനാ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോ 2 പേര് റോഡിൽ കിട തുണിയില്ലാതെ ഓടുന്നു. ആദ്യം ഞാനൊന്ന് ചിരിച്ചു. ഞാൻ ചോദിച്ചത് ആരാ ചോദിച്ചു പറഞ്ഞു ആ കാണുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ മക്കളെ തുണിയില്ലാതെ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറയാ അവരെ യൂണിഫോം കടുവ എടുത്തോണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏത് കടുവ എടുത്തോണ്ട് പോകുന്ന എനിക്ക് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഉൾക്കാട്ടി കയറി നോക്കുമ്പോ ഒരു പറ്റ കടുവ ഇങ്ങനെ അങ്ങോട്ട് പോവാ. അതിനകത്ത് അവരെ യൂണിഫോം എടുത്ത് പോയ കടുവ ഞാൻ കണ്ടുപിടിച്ചു. 2 കടുവ യൂണിഫോം ഇട്ടോട് ഇങ്ങനെ ഓടുന്നു. ഞാൻ KSRTC പറഞ്ഞു ആ യൂണിഫോം നമുക്ക് വേണ്ട,
ഈ നീല മതിയെന്ന് അങ്ങനെ നീലയാക്കിയത്. പക്ഷെ ഇപ്പൊ കടുവ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? എന്തോ ചെയ്യും? അത് ചുരിദാർ ഇടാൻ അറിയത്തില്ലല്ലോ. അയ്യ, ആ കടുവ ഇങ്ങോട്ട് വരട്ടെ. ഈ യൂണിഫോം ഇട്ടേക്കുന്നതേ ഒരു പെൺപുലിയാ. അത് കറക്റ്റാ, പുലിയാ കേട്ടോ. അതിന്റെ അടയാളം അതേ നീ കാണുന്നില്ല. എന്റെ കൊച്ചുമോനുണ്ട് ഇതുപോലെ. എന്തുവാ? 4 ലൈൻ ബുക്ക്. 4 ലൈൻ ബുക്ക് അല്ല, ഈ പെൺപുലി അള്ളിപ്പറിച്ചതാ. 6 മാസം ഇവിടെ വീട്ടിലായിപ്പോ. ഇല്ലെന്നുണ്ടെ കടിച്ചു പറിച്ച് തിന്നേനെ ഇവളെന്നെ. ആരെയും ഭർത്ത വന്നു. ഇതിനല്ലാതെ അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ സംഭവിക്കാൻ ഒന്നുമില്ല. ഭർത്താക്കന്മാരായ സ്നേഹം ഉരുട്ടി അങ്ങോട്ട് മാത്രം മേടിച്ചാ പോരാ. ഭാര്യമാരെ തിരിച്ച് സ്നേഹിക്കണം, ബഹുമാനിക്കാനും പഠിക്കണം. ഇല്ലേ? നിങ്ങൾ എന്തോ വിചാരിച്ചത്? അപ്പൊ നിങ്ങളെ പിരിഞ്ഞിട്ട് 6 മാസം ഞാൻ വീട്ടിൽ പോയിരുന്ന് കണ്ണീരും കിനാവുമായിട്ട് കഴിയുമെന്നോ? ഇരിക്കണമായിരുന്നു. അതാണ് ഒരു ഭാര്യ ചെയ്യേണ്ട കടമ. ഭർത്താവിന് ഓർത്തോണ്ടിരിക്കണം. ആ, അങ്ങനെ കണക്കായി. ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. കഷ്ടപ്പെട്ട് ജോലി മേടിച്ചപ്പോ ഞാൻ സ്വന്തം കാലയില ഞാൻ നിൽക്കുന്നത്. അയ്യോ ശരിയാ, കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ ഇവക്ക് വാടകക്കാലായിരുന്നു. ചിരിച്ച് നല്ല കൗണ്ടർ. തിരിച്ചല്ല, കോട അടിച്ചിട്ട് താടി തമ്മിൽ കൂട്ടിയിടിച്ചു. വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാ ഇൻഷുറൻസ് കിട്ടും. താടി തമ്മിൽ കൂട്ടിയിടിച്ചാ ഒരു പൈസ പോലും കിട്ടത്തില്ലേ? അതും താടി കൂട്ടിയിടിച്ചാണോ? ഇത് ഞാൻ ചിരിച്ചത്. അപ്പൊ എന്തോ അപ്പച്ചന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത ഭാര്യമാരെ എങ്ങനാ നോക്കുന്നത്? മനെ, സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിളക്കാണ്. സ്ത്രീകളുണ്ടെങ്കിലേ പുരുഷന്മാരുണ്ടാകത്തുള്ളൂ. സ്ത്രീകളെ നമ്മൾ ആരാധിക്കണം. സ്ത്രീകളാണ് ഏറ്റവും വലിയ പരിശുദ്ധിയുടെ ദൈവം, മാതാവാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞത്. കണ്ടോ, അപ്പച്ചന്റെ ഭാര്യയോട് എനിക്ക് ബഹുമാനം തോന്നുക. നല്ലൊരു സ്ത്രീ, പുണ്യവാനി അല്ലയോ കെട്ടിയത്. നിന്നോട് ആരെങ്കിലും പറഞ്ഞു ശോശാമ ഇപ്പൊ ഇതിനകത്ത് എടുത്തോണ്ട് വരാൻ കാര്യം പറയും. നീ ഇപ്പൊ ശോശാമ ഈ കാരണത്തെ സമാനായിട്ട് ശോശാമയുടെ കാര്യം വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് വാങ്ങിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എന്റെ ശങ്കരപ്പുള്ള ആണാ ഞാൻ നോക്കാം. ഇതോ ഞാൻ പഴയ കരടിയാ. കരടിയോ? അല്ല, കരളിയാ സംഭവം. അങ്ങനെ ഈ കാഞ്ഞിരപ്പള്ളി പെരുന്നാൾ നടക്കുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളി വക്കച്ചൻ ഭയങ്കര ഗുണ്ടയാ. എന്നെ അവന് വെട്ടണം. ഇവൻ വടിവാളുമായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു വെട്ടടാന്ന് പറഞ്ഞു. അവനൊരൊറ്റ വീശി ഞാൻ ഇങ്ങനെ നെഞ്ചോട്ട് ഇങ്ങനെ അങ്ങ് തടവി ഇങ്ങനെ മാറിയില്ലേ. പിന്നെ 37 കുത്തിക്കെട്ടുണ്ടായിരുന്നു. 25 കുത്തിക്കെട്ട് എടുത്തപ്പോഴത്തേനും ഡോക്ടറുടെ കൈ കഴിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ബൈപ്പാസ് ചെയ്താന്ന് സമ്മതിക്കരുത് കേട്ടോ. ചെയ്യാൻ കടുവെല്ലാം വരുമോ ഈ സമയത്ത്? നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട മക്കളെ. കടുവ വന്നാലും മൃഗങ്ങൾ വന്നാലും എങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അറിയോ? അന്ന് അപ്പത്തിൻ്റെ അറിയാമെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. കടുവ വരുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. രണ്ടുപേരും ആ മുന്നണി കമ്പനി വിളിച്ചോ. ഞാൻ പറയാം. കടുവ ഇങ്ങോട്ട് ഓടി വരുവാണെങ്കിൽ ഈ മുന്നണി കമ്പനി ഇങ്ങനെ പിടിച്ചോണ്ട് മോൾ എന്നെ ചേർന്ന് നിൽക്കണം. ഞാൻ ഇങ്ങനെ ചേർന്ന് നിൽക്കും. നീ ചേർന്ന് ഇങ്ങനെ അങ്ങ് നിന്നാ മതി. കടുവയ്ക്ക് ബർഗർ ഉണ്ടാക്കി കൊടുക്കാനാ പരിപാടി. കടുവ വരുമ്പോൾ എന്ത് കാലം എന്നെ വിശ്വാസം എനിക്ക് ഒരു കാര്യം എന്റെ പൈസ തന്നിട്ട് ഞാനങ്ങ് പോയേക്കാം. ഈ ഇരുട്ടത്തോ എങ്ങനെ പോവാനാ? എന്റെ മീശയുടെ വെട്ടത്തിൽ ഞാൻ നടന്നു പോയി. അത് പെൺകടുവ. എന്തോ സംഭവം അറിയോ? ഇതിനകത്ത് കിടന്ന പൂച്ചക്കുഞ്ഞ് കിടന്ന് കരയുന്ന ആ സൗണ്ട് കേട്ടോണ്ടാ കടുവ വരുന്നത്. പൂച്ചക്കുഞ്ഞാന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നതേ ആ കടുവക്കുഞ്ഞിനെയാ. അതിനെ തിരക്കി തള്ളക്കടുവ വരുന്നതാ. കടയെ കയറി കടുവ വന്ന് കടിച്ചു കയറുന്നതിന് മുമ്പ് എന്റെ 7 രൂപ ഇനി തരണം എനിക്ക് പോകാൻ വേണ്ടി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.